നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നല്ല ഒരു കാര്യത്തിന് പോകുന്നതാ. ആ നശിച്ചവളുടെ കൈകൊണ്ട് എന്തിനാ എടുപ്പിച്ചത്? ഹൽവയും കൂടി വെക്കട്ടെ. എന്ത് കാര്യം പറഞ്ഞാലും കേക്കരുത്. നിന്നോട് തുടരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ തുടരണമെന്ന് എന്താ ഇത്ര വാശി? ഈ ഒരവസ്ഥയിൽ നിങ്ങളെ എത്തിച്ചതിന് സോറി. ഒരു പേഷ്യന്റിനോട് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യമായിട്ട് കണ്ടാ മതി. എനിക്ക് വയ്യടോ. രോഗം പിടിച്ചൊരവസ്ഥയില് ചുറ്റും നിറഞ്ഞ കണ്ണോടെ എന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ നിൽക്കുക. അവരുടെ സാധാരണ ലൈഫ് പോലും എന്റെ അസുഖത്തിന്റെ പേരിൽ ഇല്ലാതെ ആവുക. ഞാനത് സമ്മതിക്കില്ല. അവരുടെ ലൈഫ് അവരെ ആസ്വദിക്കട്ടെ. ഞാൻ കാണാനുള്ളതെല്ലാം കണ്ടു തീർത്തവനാണ്. ഒരു ദിവസം ഞാൻ സുഖമായങ്ങ് കണ്ണടയ്ക്കും. വേദനയില്ലാത്തൊരു മരണം. അതിനപ്പുറത്തേക്ക് അമിത പ്രതീക്ഷകളൊന്നും എനിക്കില്ല. സത്യത്തിൽ തന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്റെ ഭയം എന്താണെന്നറിയാമോ? എന്റെ സംസാരത്തിനിടയിലുള്ള തന്റെ ഈ മൗനം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നല്. അല്ലേടോ? യെസ്. നമുക്ക് അടുത്ത് ഇതുപോലെ കാണാം. വീട്ടുകാരുടെ ചിന്തയില് ഞാൻ കൃത്യമായി ആരോഗ്യം പരിപാലിക്കുന്ന ഒരാളായിക്കോട്ടെ. അവരുടെ ചോദ്യങ്ങൾക്ക് കാര്യമായ ഒരു ഉത്തരം താൻ പറഞ്ഞു. എല്ലാവരും സ്വന്തം മരണത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ഏകദേശം അതിന്റെ തീയതി അറിഞ്ഞുറപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. ഓക്കേടോ. ഗുഡ് നൈറ്റ്. വിട്ടുകള ഡോക്ടർ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത പലതും ഈ ലോകത്തിലുണ്ട്. അത് അംഗീകരിക്കണം. മോള് റെഡിയായോ? അച്ഛനും അമ്മയും വരുന്നതിന്റെ സന്തോഷമുഖത്ത് കാണാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും ആദ്യമായിട്ട് ചടങ്ങിന് വരുന്നല്ലേ അമ്മ. അപ്പൊ പിന്നെ സന്തോഷം കാണാതിരിക്കോ? അല്ല വരുണെന്തി എഴുന്നിട്ടില്ലേ? കുളിച്ചില്ലേ? വരുൺ ഇപ്പോഴും കിടന്നുറങ്ങാ. ഞാൻ പിന്നെ വിളിച്ചില്ല. ആഹാ, ഇതുവരെ എഴുന്നേറ്റില്ലേ അവൻ? വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കല്യാണമൊക്കെ കഴിഞ്ഞാ അവന്റെ ശീലമൊക്കെ മാറുവെന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ പൊന്നുമോളെ, ഒന്നും പറയണ്ട. ചില ദിവസം അവൻ എഴുന്നേൽക്കുന്നതേ ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ ആയിരിക്കും. എന്നിട്ട് എന്താ കാരണോന്ന് അവനോട് ചോദിച്ചാലേ തലേ ദിവസം രാത്രി കണ്ടു തീർത്ത കുറേ സിനിമകളുടെ പേരങ്ങ് പറയും. മിക്കവാറും ഒക്കെ വായി കൊള്ളാത്ത പേരുകളായിരിക്കും. ഓർത്താലും കിട്ടില്ല. അല്ലേ പത്മിനി? പുതിയ പിള്ളേരോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണ്ടേ അമ്മേ? നമ്മുടെയൊക്കെ കയ്യിലൊരു ഫോണുണ്ട്. അതിൽ ആരെങ്കിലും വിളിക്കും, അവര് പറയുന്നത് കേൾക്കും. എന്നല്ലാതെ വേറെന്തിനൊക്കെയാണെന്ന് നമുക്കറിയാവോ? അതുപോലെയാണോ പിള്ളേര്? ചില ഇച്ചിരി ഇല്ലാത്ത പിള്ളേര് അതിനെപ്പറ്റി പറയുന്ന കേട്ടാ നമ്മുടെ കണ്ണു തള്ളിപ്പോവും. മോൾക്കും അറിയായിരിക്കുമല്ലോ ഫോണിന്റെ കാര്യങ്ങളൊക്കെ. ഞാനങ്ങനെ അധികം ഫോൺ നോക്കാറില്ല അമ്മ. കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഒരു കാര്യം സത്യമാ, നമ്മൾ ഒരുപാട് നേരം അതിൽ നോക്കിയിരുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കാൻ മറന്നുപോകും. ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഇപ്പൊ തകരുന്നതില് മൊബൈലിന് നല്ല പങ്കുണ്ട്. അങ്ങനെയല്ലേ പറയാറ്? പത്മിനി, നമ്മുടെ ബന്ധത്തിലുള്ള ആളുകൾ വന്നിട്ട് ഈ ഫോണിനെ കുറിച്ചുള്ള പരാതിയും മറ്റും പറയുമ്പോ പ്രിയങ്ക മോളെ വിളിച്ചൊന്ന് പറയിപ്പിച്ചു കൊടുക്കണം. കേട്ട് പഠിക്കട്ടെ. അതെ. ചായ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിനക്ക്? ഇന്ന് ബുധനാഴ്ച അല്ലേ?
ഇന്നെന്താ പ്രത്യേകത? ഇന്ന് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോടാ? ഉണ്ടോ? എന്താ വരുൺ, എന്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടി വരുന്ന ദിവസമല്ലേ നമ്മളെ ചടങ്ങിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ? ഓ, അത്രേ ഉള്ളൂ. എല്ലാരും കൂടി പറയുന്നത് കേട്ടപ്പോ ഞാൻ കരുതി വേറെന്തോ ആണെന്ന്. ഇതെങ്ങനെയാടാ നിസ്സാരകാരിയാവുന്നത്? കാര്യം പ്രിയങ്കയെ നീ വിവാഹം കഴിച്ചതോടെ നമ്മുടെ 2 കുടുംബങ്ങളും ഒന്നായി. ചില ചടങ്ങുകൾ വരുമ്പോ അത് കൃത്യമായിട്ട് അപ്പുറവും ഇപ്പുറവും പാലിച്ചേ പറ്റൂ. നീ പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയാവ്. ചെല്ല്. എനിക്കൊന്നും വയ്യ. ഇനി ആര് വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താടാ ഇത്? ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളെ വിഷമിപ്പിച്ച് അടങ്ങുന്നുള്ള ഭാഷയാണോ നിനക്ക്? മുത്തശ്ശി, ഞാൻ മതി മതി, ഇനി ഇങ്ങോട്ടൊന്നും പറയാൻ നിക്കണ്ട. ഒരു 10 മിനിറ്റിനുള്ളിൽ കുളിച്ച് വേഷം മാറി ഇങ്ങോട്ട് വന്നേക്കണം. എഴുന്നേറ്റ് ചെല്ല്. മുത്തശ്ശി, ചെല്ലാനല്ലേ നിന്നോട് പറഞ്ഞത്? കുളിച്ചൊരുങ്ങി വന്നിട്ട് എന്തിനാ? എവിടെ കുടുംബക്കാരെ സ്വീകരിക്കാനല്ലേ? ഇവിടെ അതിന് എന്റെ ആരെങ്കിലും ആവണ്ടേ? അതിനൊക്കെ താല്പര്യം തോന്നാൻ ഞാൻ എന്റെ പെണ്ണിനെ കണ്ടെത്തണം. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തോളാം. എന്താ മോളെ പെട്ടെന്ന് മുഖം വാടിയത്? അല്ലമ്മേ, വരുണിന്റെ താല്പര്യക്കുറവ് കാണുമ്പോ ഞങ്ങള് പാവങ്ങളായതുകൊണ്ടല്ലേന്ന് ഓർത്തുപോയി. അയ്യേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മോളെ. അവനെ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളല്ല. കുളിച്ച് ഒന്ന് ഉറക്കമൊക്കെ തെളിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറിക്കോളും. മോള് പേടിക്കണ്ട. വരുണിന് നിന്നോട് താല്പര്യക്കുറവ് തുടരാനൊന്നും പറ്റില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതുപോലെ വരുൺ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. എല്ലാം എടുത്തു വെച്ചല്ലോ മോളെ? എല്ലാം വച്ചിട്ടുണ്ടമ്മേ. അയ്യോ, ഇന്നലെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹൽവ എടുത്തില്ല. ഞാനതോടെ എടുത്തിട്ട് വരാവേ. ദേവനെവിടെ? പുറപ്പെടാനുള്ള സമയമായല്ലോ. ദേവേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ കുറച്ച് സമയമായല്ലോ അമ്മേ. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നീ തന്നെ നോക്കിയെടുത്ത് വെച്ചതാണോ? ഞാനല്ല, രാധിക മോള എല്ലാം എടുത്തു വെച്ചത്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല. നല്ല ഒരു കാര്യത്തിന് പോകുന്നതാ. ആ നശിച്ചവളുടെ കൈകൊണ്ട് എന്തിനാ എടുപ്പിച്ചത്? അമ്മ, ഹൽവയും കൂടി വെക്കട്ടെ. എന്ത് കാര്യം പറഞ്ഞാലും കേക്കരുത്. നിന്നോട് തുടരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ തുടരണമെന്ന് എന്താ ഇത്ര വാശി? അമ്മേ, ഉണ്ടാക്കിയതെല്ലാം അവള് തന്നെയല്ലേ, പിന്നെ എടുത്തു വെക്കുന്നത് കൊണ്ട് എന്താ? ഞാൻ വെറുതെ കൂട്ടു നിന്നല്ലേ ഉള്ളൂ. നീ വെറുതെ നിന്നെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധമാ. പക്ഷെ ഈ പണിയെടുത്തു എന്ന് പറയുന്ന ഇവളുടെ മനസ്സുണ്ടല്ലോ, അതില് ദുഷ്ടബുദ്ധി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാ ഇത് കൊണ്ടുപോയി വേറെ ഒരിടത്ത് കൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല. എന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നേ? പ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം മോശമാവാൻ ഞാൻ താല്പര്യം കാണിക്കുവോ? കാണിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.